നിങ്ങൾക്ക് പെട്ടെന്നൊരു കോടീശ്വരനാണോ? 1000 രൂപയുമായി ഇറാനിൽ പോയാൽ മതി. കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കോടീശ്വരനാവും. കോടീശ്വരനാവാം, പക്ഷെ റിച്ച് ആവുമോ? കറൻസി പ്രിന്റിങ്ങിന്റെ ചെറിയൊരു ഹിസ്റ്ററിയിലേക്ക് വന്നു. ഫോർ എ ലോങ് ടൈം ലോകത്ത് കറൻസീസ് വെയർ ബാക്ക്ഡ് ഓൺ ഗോൾഡ്. അതായത് രാജ്യത്തിന്റെ റിസർവിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ആ വാല്യൂവിലുള്ള കറൻസി പ്രിന്റ് ചെയ്യാമായിരുന്നു. ഇന്ത്യക്ക് RBI പോലെ US ഫെഡറൽ റിസർവ്. പിന്നെ എങ്ങനെ US ഡോളർ ഗ്ലോബൽ കറൻസിയായി മാറിയത്? 1944 ബ്രെട്ടൺ വുഡ് സിസ്റ്റം. അതൊരു ഗ്ലോബൽ മോണിറ്ററി സിസ്റ്റം ആയിരുന്നു. 1 ഔൺസ് ഗോൾഡിന് $35 എന്ന രീതിയിൽ പെഗ് ചെയ്തു. മറ്റുള്ള ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ട്? വേൾഡ് വാർ സമയത്ത് പല രാജ്യങ്ങൾക്കും വെപ്പൺസ് ആൻഡ് ടെക്നോളജി സപ്ലൈ ചെയ്തത് US ആയിരുന്നു. ആൻഡ് ദേ റിസീവ്ഡ് ദ പേയ്മെന്റ് ബൈ ഗോൾഡ്. വേൾഡ് വാർ സെക്കൻഡ് അവസാനിച്ചപ്പോൾ ലോകത്തിലെ 60% ഓഫ് ഗോൾഡ് US ഫെഡറൽ റിസർവിലായിരുന്നു. സോ US കറൻസി ബാക്ക് ചെയ്യാനുള്ള ഗോൾഡ് കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ബ്രെട്ടൺ വുഡ് സിസ്റ്റം അംഗീകരിക്കുകയും ചെയ്തു. ബട്ട് പോകെ പോകെ ഇതൊരു പ്രശ്നമായി മാറി. വിയറ്റ്നാം വാറിനൊക്കെ വേണ്ടി US ഒരുപാട് മണി പ്രിന്റ് ചെയ്തു. അത്രയും കറൻസി ബാക്ക് ചെയ്യാനുള്ള ഗോൾഡ് US കൈവശമില്ലായിരുന്നു. അതുപോലെ മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ കയ്യിലിരുന്ന US ഡോളർ കൺവേർട്ട് ചെയ്ത് ഗോൾഡ് ആക്കുന്നു. ദാറ്റ് കോസസ് ഗോൾഡ് ഡ്രെയിൻ ഓൺ US ഫെഡറൽ റിസർവ്. അപ്പോൾ US ഗ്ലോബൽ ഡോമിനൻസ് കൈവിട്ടു പോകുമെന്ന പേടി കാരണം 1971 US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇൻട്രൊഡ്യൂസ്ഡ് ഫിയറ്റ് കറൻസി, നിക്സൺ ഷോക്ക്. എന്താണ് ഫിയറ്റ് കറൻസി? ഫിയറ്റ് കറൻസി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന കറൻസിയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗോൾഡ് ബാക്ക്ഡ് കറൻസി ആയിരുന്നു കുറേ നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഫിയറ്റ് കറൻസി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അത് ഗോൾഡ് പോലെ ഒരു കമ്മോഡിറ്റീസുമായിട്ട് ഫിക്സ്ഡ് ഓർ പെഗ്ഡ് അല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ ട്രസ്റ്റ് വിത്ത് ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ. അതായത് ഗവൺമെന്റ് പറയാണ് ഈ നോട്ടിന് 100 രൂപയുടെ വാല്യൂ ഉണ്ട്, അതിനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഇറ്റ് വർക്ക്സ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഹൗ ദ വാല്യൂ ഓഫ് കറൻസി ഈസ് ഡിറ്റർമൈൻഡ്. 1. ഇൻഫ്ലേഷൻ. 1980s സിംബാബ്വേൻ ഡോളർ US ഡോളറിനേക്കാളും വാല്യൂ ഉണ്ടായിരുന്നു. 2000 ആയപ്പോഴേക്കും ഒരു USD 6 ലക്ഷം സിംബാബ്വേൻ ഡോളർ ആയിരുന്നു. ഇപ്പോഴത്തെ ഇറാന്റെ അവസ്ഥയും അത് തന്നെ. ഇറാനി റിയാൽ ഇപ്പോൾ $0. രാജ്യത്ത് പണം ഒരുപാടുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഗുഡ്സ് ഓർ പ്രൊഡക്ട്സ് ഇല്ല. ഒരു ചാക്ക് പണമായി പോയാൽ പോലും ഒരു പാക്കറ്റ് ബ്രെഡ് കിട്ടത്തില്ല സിംബാബ്വേയിൽ. 2. ഇൻട്രസ്റ്റ് റേറ്റ്. ജനങ്ങൾക്ക് ഗവൺമെന്റ് ബോൺസ് മേടിക്കാൻ സാധിക്കും. ഗവൺമെന്റ് ബോൺസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ആ രാജ്യത്ത് ജനങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടുത്തെ കറൻസിയുടെ വാല്യൂ കൂടുകയും ചെയ്യും. 3. സ്റ്റേബിൾ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്. സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഉള്ള രാജ്യത്താണ് കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രാജ്യത്തെ കറൻസി റേറ്റ് കൂടും. കറൻസിയുടെ നിലവാരം കുറയുമ്പോൾ യുവർ ഡ്രീംസ് ബിക്കം മോർ എക്സ്പെൻസീവ്.